ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ദാവീദ് വിവിധ സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഒത്തിരി സങ്കീർത്തനങ്ങൾ എഴുതിയാലും 11-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ദാവീദിനോട് പറയാണ്, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ നിങ്ങൾ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ഒരു വലിയ പ്രശ്നം ദാവീദ് നേരിട്ടു. ശൗലിൽ നിന്നുള്ള പീഡനമാണ് ഒന്നാമത്തെ വിഷയം. അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ രണ്ടാമത്തെ ഭാഗം പറയുന്നത് തൻ്റെ സ്വന്തം മകനായ അബ്ശലോം തനിക്കെതിരെ തിരിഞ്ഞു. അപ്പോൾ വലിയ കലഹമുണ്ടായി. ഏത് സമയത്തും സ്വന്തം മകൻ കൊല്ലും. ആ സാഹചര്യം ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നു. അന്നേരം കൂട്ടുകാർ ദാവീദിനോട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കേണ്ട, ഒരു പക്ഷി പറന്നു പോകുന്നത് പോലെ പറന്ന് എവിടെയെങ്കിലും പോയി മാറിയിരുന്നോളാൻ പറഞ്ഞു. ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച് തന്നെത്താൻ ബലപ്പെടുന്ന ഒരു സങ്കീർത്തനമാണ് 11-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനം എടുക്കുമ്പോൾ ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിലും വ്യത്യസ്തമായ പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരായിരിക്കാം. ഓടിപ്പോകുന്ന പോലെ, ഒളിച്ചോടുന്നത് പോലെ, എവിടെന്നെങ്കിലും ഒക്കെ വിട്ടുപോയാലോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ കടന്നു വന്നെന്നിരിക്കാം. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ സിയോൻ പർവ്വതം പോലെ ഉറപ്പിച്ചു നിർത്തുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ദേശത്ത് നിന്ന് ഓടിച്ചു കളയാൻ, പട്ടണത്തിൽ നിന്ന് ഓടിച്ചു കളയാൻ, നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് നിന്ന് നിന്നെ ഓടിച്ചു കളയാൻ ദുഷ്ടൻ നിനക്കെതിരെ ഒളിയമ്പുകൾ എയ്യുമ്പോൾ നിന്നെ ഉറപ്പോടെ നിർത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തത തിരിച്ചറിഞ്ഞ് കരമടിച്ച് അല്പനിമിഷം ആത്മാവി സ്തോത്രം ചെയ്ത് ദൈവം തന്റെ മക്കളെ ഉറപ്പിച്ച് 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 നിർത്തുന്നവനെത്രേ. ഹല്ലേലൂയ. ഒത്തിരി സന്ദർഭങ്ങൾ ദാവീദ് പക്ഷികളോട് ഉപമിച്ചിട്ടുണ്ട്. പക്ഷികളെ പോലെ, തനിച്ചു പാർക്കുന്ന കുരുകിലിനെ പോലെ, വേഴാമ്പലിനെ പോലെ, പ്രാവിനെ പോലെയൊക്കെ ദാവീദ് സ്വയം തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട് പല സങ്കീർത്തനങ്ങളിൽ. സ്തോത്രം. കുരുകിൽ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുക. ആ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന കുരുകിനെ പോലെ ദാവീദ് ചിലപ്പോൾ കൊട്ടാരത്തിൽ നിന്നവൻ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്കിരുന്ന് സ്വസ്ഥമായിരിക്കാൻ ആഗ്രഹിച്ച സന്ദർഭമുണ്ട്. വേഴാമ്പലിനെ പോലെ, വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന വേഴാമ്പലിനെ പോലെ കൊതിച്ചിട്ടുണ്ട് ദൈവത്തിന് വേണ്ടി. സ്തോത്രം. പ്രാവിനെ പോലെ, എണ നഷ്ടപ്പെട്ട പ്രാവിനെ പോലെ ഓടിപ്പോകാൻ ആഗ്രഹിച്ച സന്ദർഭമുണ്ട്. നിങ്ങൾക്കും ഇങ്ങനത്തെ സന്ദർഭം ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ഒറ്റപ്പെടലിൻ്റെ അനുഭവം, ഒറ്റയ്ക്കിരിക്കാൻ തോന്നുന്ന അനുഭവം, കൂട്ടുകെട്ടുകളെല്ലാം മാറി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി കുറച്ച് സമയം ദൈവവുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദർഭവും ചിലപ്പം ദൈവമക്കൾക്ക് കടന്നു വന്നെന്നിരിക്കാം. പക്ഷെ അത് തിന്മയല്ല, അത് നന്മയാണ് കേട്ടോ. നിങ്ങളെ സമൂഹം ഒറ്റപ്പെടുത്താം, കൂട്ടുകാർ നിങ്ങളെ ഒറ്റപ്പെടുത്താം, സ്നേഹിതർ നിങ്ങളെ മാറ്റി നിർത്താം. പക്ഷെ നീ ഒറ്റയ്ക്കാണെങ്കിലും നിന്റെ ആത്മമണവാളൻ നിന്നെ ഒറ്റയ്ക്ക് വിടുന്നവനല്ല. അവൻ നിന്റെ സാഹചര്യം അറിഞ്ഞ് നിന്നെ ചേർത്ത് പിടിക്കുന്നവനാണ് നിന്റെ ദൈവം. നമുക്കറിയാം, ലേവ്യ പുസ്തകമൊക്കെ പഠിക്കുമ്പോഴേ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി 2 കുറുംപ്രാവിനെ പിടിക്കാറുണ്ട്. അത് ഒരു കുറുംപ്രാവിനെ കൊന്ന് കഴുത്ത് പിരിച്ച് ഒരു തളികയ്ക്കകത്ത് അതിൻ്റെ രക്തം പുരട്ടി മറ്റേ കുറുംപ്രാവിൻ്റെ തലയിലേക്ക് ഈ രക്തം ഒഴുക്കി ഈ എണപ്രാവിനെ കൊല്ലുകയും മറ്റേ പ്രാവിനെ പറത്തിവിടുകയും ചെയ്യും. രക്തം പുരട്ടി പറത്തിവിടുകയും ചെയ്യും. അത് ഏതെങ്കിലും പാറയിടുക്കിൽ പോയി ഒറ്റയ്ക്ക് പോയിരിക്കും. അന്നേരം ഇതിൻ്റെ കളറ് രക്ത കളറായി. മറ്റേ പ്രാവിൻ്റെ രക്തം പുരട്ടിയതുകൊണ്ട് രക്ത കളറായി. അപ്പോൾ ഏതെങ്കിലും ഒരു പാറയിടുക്കിൽ പോയി ഒറ്റയ്ക്ക് പോയിരിക്കും. ആ സാഹചര്യം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് വന്നാട്ടെ. കൂടെ ഉണ്ടായിരുന്ന എണ പ്രാവ് നഷ്ടപ്പെട്ടു. മറ്റ് പ്രാവുകളുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ കളർ മാറിയതുകൊണ്ട് അടുപ്പിക്കത്തില്ല. അപ്പോൾ ഒറ്റപ്പെടുക. ഇതാ ദൈവമക്കൾ. ദൈവമക്കൾ പെന്തക്കോസ്തിൽ വരുമ്പോൾ മറ്റ് ആൾക്കാരെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തും. നമ്മൾ വേർപാടും വിശുദ്ധി ആചരിക്കുന്നത് കൊണ്ട് സിഗരറ്റ് വലിക്കുകയോ പുകവലിക്കുകയോ അല്ലെങ്കിൽ മദ്യപിക്കുകയോ ഈ ലോകത്തിൻ്റെതായ ഒന്നിലും നമ്മൾ ഇടപെടാത്തത് കൊണ്ട് ലോകത്തിലുള്ള കൂട്ടുകാർ നമുക്ക് കാണത്തില്ല. സ്തോത്രം. അവരൊക്കെ നമ്മളെ അകറ്റും. അപ്പം നമ്മൾ അകറ്റുമ്പോൾ പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ആരിറങ്ങും? ദൈവം ഇറങ്ങും. അതാ ഉത്തമഗീതത്തിൽ പറയുന്നത്, പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്നെ ആർക്കും ലോകക്കാർക്ക് വേണ്ടെങ്കിലും എനിക്ക് നിന്റെ മുഖം കാണണം.
നിന്റെ സ്വരം ഒന്ന് കേൾക്കണം. ഇന്ന് പകൽ ആത്മാവ് ചിലരോട് പറയാ കേട്ടോ, ചില ഒറ്റപ്പെടലുകൾ നിന്റെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട. നിന്റെ മുഖം കാണുന്ന, നിന്റെ സ്വരം കേൾക്കുന്ന, നിന്നെ അറിയുന്ന തമ്പുരാൻ നിന്നെ വീണ്ടെടുക്കാൻ ഇറങ്ങി വരുന്നവനത്രേ. കരവും ശബ്ദം ഉയർത്തി ഒന്ന് സ്വതന്ത്രം ചെയ്യാമോ? അപ്പൊ കൂട്ടുകാരൊക്കെ പറഞ്ഞ് ദാവീദിനോട്, എടാ സ്വന്തം മോൻ, നീ പോറ്റി വളർത്തിയ മോൻ നിനക്കെതിരായി, നിന്റെ മകൻ നിനക്കെതിരെ ആൾക്കാരെ കൂട്ടുപിടിച്ചു, നിന്റെ പ്രാണനെ പോലെ നീ സ്നേഹിച്ച നിന്റെ മന്ത്രി അവന്റെ കൂടെയായി അഹിതോഫൻ, അപ്പൊ ഇനി നിനക്ക് രക്ഷയില്ല, അതുകൊണ്ട് ഓടിപ്പൊക്കോളാൻ പറഞ്ഞു. അതാണ് 1-ാം വാക്യം. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പക്ഷികളെ നിങ്ങൾ പർവ്വതത്തിലേക്ക് പറന്നു പോകുമെന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ഇനി അവിടുത്തെ പശ്ചാത്തലം 2-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ട് തെയ്യേണ്ടതിന് വില്ലു കുലിച്ച് ആസ്ത്രം ഞാണിമേൽ തൊടുക്കുന്നു. ആമേൻ. ദുഷ്ടന്മാർ എന്താ ചെയ്യുന്നത്? ഹൃദയപരമാർത്ഥികളെ നേരിട്ടെയ്യുവല്ല, ഇരുട്ടത്ത് ചതിയിലൂടെ, വഞ്ചനയിലൂടെ ഹൃദയപരമാർത്ഥികളെ ചതിക്കുന്നവനാണ്. അപ്പൊ നേരെ വരുന്നില്ല, ചതിക്കാൻ പദ്ധതി ഇടുക. അപ്പം ഇത് ബൈബിളിനുള്ളിൽ വീക്ഷണത്തിൽ നമുക്കൊരു 3-4 ഉദാഹരണം പഠിക്കണം. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ചിരത്തോട്ടമാക്കാൻ ശത്രു കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്, ഇല്ലേ? എപ്പോഴും ആഹാബ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഹൃദയപരമാർത്ഥതയുള്ള ഒരു ഭക്തനാണ് ആര്? നാബോത്ത്. ആ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം എവിടെയാ? കൊട്ടാരത്തിന്റെ മുമ്പിലാ. മനോഹരമായ ഒരു മുന്തിരിത്തോട്ടം. ഹലോ, നല്ല മുന്തിരിത്തോട്ടം, ശ്രേഷ്ഠമാ, നട്ട് നനച്ച് വളർത്തിയെടുക്കുന്ന മുന്തിരിത്തോട്ടം. അപ്പൊ ആഹാബിന് ഇത് സ്വന്തമാക്കാൻ ഒരു മോഹം. അപ്പൊ ആഹാബ് നേരിട്ട് പോയി ചോദിച്ചു, നിന്റെ മുന്തിരിത്തോട്ടം തരാമോ? അപ്പൊ അവൻ പറഞ്ഞു, ഇല്ല, തരത്തില്ല, ഇതെന്റെ പിതാക്കന്മാരുടെ അവകാശം. അപ്പം പറഞ്ഞു, നീ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ തരാം. അപ്പം നാബോത്ത് പറഞ്ഞു, ഇല്ല, എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അപ്പൊ ഇത് എത്ര ചോദിച്ചിട്ടും എന്തൊക്കെ കിണഞ്ഞ് ശ്രമിച്ചിട്ടും നാബോത്ത് എന്ത് ചെയ്യുന്നില്ല? തൻ്റെ അവകാശം കൊടുക്കുന്നില്ല. അപ്പം ആഹാബിന് മനസ്സിലായി, അവൻ നിരാശ വന്നു, കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ നിരാശ കയറി. അപ്പൊ ഇവന്റെ ചിന്ത ഈ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടം ആക്കണം എന്നാ. ഈ മുന്തിരിത്തോട്ടം ദൈവസഭയെ കാണിക്കുക. ശത്രുവിന്റെ എപ്പോഴും ആഗ്രഹം എന്നാന്നറിയാവോ? ദൈവസഭയെ ചീരത്തോട്ടമാക്കുക എന്നുള്ളതാണ്. ദൈവമക്കളെ, IPC ബദൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭ സഭയെ ചീരത്തോട്ടമാക്കാൻ അല്ല ദൈവം തന്നേക്കുന്നത്. ഇത് ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമാ. ഈ മുന്തിരിത്തോട്ടം ശത്രുവിന് കൊടുക്കരുത്. മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറിയ കുറുക്കൻ പോലെ ദൈവം ഇടപെടട്ടെ. ഹല്ലേലൂയ. സഭ നന്നായി വരുന്നത് ആർക്കിഷ്ടമല്ല? ശത്രുവിന് ഇഷ്ടമല്ല. എവിടെയെങ്കിലും നന്നായി സഭ വളരുന്ന കണ്ടു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തുടങ്ങും. സ്തോത്രം. അപ്പം ഒന്നല്ലെങ്കിൽ ദൈവമക്കളുടെ ഇടയിൽ നിന്ന് തുടങ്ങും, അല്ലെങ്കിൽ പുറത്തുനിന്ന് തുടങ്ങും. എവിടെന്നെങ്കിലും ശത്രു ആരെങ്കിലും ഒക്കെ എഴുന്നേൽപ്പിച്ച് വെല്ലുവിളി ഉയർത്തും. സഭ ഒരിക്കലും നന്നായി പോകാൻ ദുഷ്ടൻ ഇഷ്ടപ്പെടുകയില്ല. അതുപോലെ തന്നെ ആഹാബ് സമ്മതിക്കുന്നില്ല നാബോത്തിന്റെ മുന്തിരിത്തോട്ടം നന്നായി പോകാൻ. അപ്പൊ ആഹാബിന് ഇത് കഴിയാത്തത് കൊണ്ട് അവൻ നിരാശയോടെ വീട്ടിൽ പോയി കട്ടിലേൽ ഒരു കിടത്തം. അപ്പം ഭർത്താവ് ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ഇസബേൽ ചോദിച്ചു, തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, എടാ ആഹാബേ, നീ എന്താ ഇങ്ങനെ കിടക്കുന്നത്? ഭർത്താവിനെ വിളിച്ച് യജമാനെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഭർത്താവിനെ വിളിച്ച്, അല്ലെങ്കിൽ അച്ചാച്ചാന്നായിരിക്കാം വിളിച്ച്, ഇല്ലേ? ആഹാബിനെ വിളിച്ചു. അപ്പം വിളിച്ച് എണീപ്പിച്ചിട്ട് എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ച് കിടക്കാൻ കാരണം? ഈ നിരാശ വരുമ്പോൾ കട്ടിലേക്ക് കയറി കിടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. നിരാശ കട്ടിലേക്ക്. നമ്മളും അങ്ങനെ ചിലപ്പോൾ കയറി കിടക്കാറുണ്ട് നിരാശ വരും. അപ്പം ആഹാബ് അങ്ങനെ കിടന്നപ്പോൾ ഇസബേൽ വന്നിട്ട് ചോദിച്ചു, ഭാര്യയല്ലേ, അവൾ വന്ന് ചോദിച്ചു, എന്താ ടെൻഷൻ എന്താ? അപ്പോൾ ആഹാബ് പറഞ്ഞു, എനിക്ക് ആ തോട്ടം മേടിക്കണം, അത് മുന്തിരിത്തോട്ടമാക്കണം. അപ്പോൾ ഇസബേൽ കുടില തന്ത്രമുള്ളവളാണ്. അവള് ആഭിചാരം ചെയ്യുന്നവളാണ്, അതിന് മുമ്പിൽ നിൽക്കുന്നവളാണ്, ക്ഷുദ്രം ചെയ്യുന്നവളാണ്. അപ്പം പറഞ്ഞു, ഇത്രേ ഉള്ളോ? അപ്പം നമുക്കത് പരിഹാരമുണ്ട്. നേരായ രീതി നടക്കത്തില്ലെങ്കിൽ നമുക്കതിന് തന്ത്രം മെനയണം. അതിന് ഇസബേൽ ഒരു തന്ത്രം മെനഞ്ഞതാണ് ഉപവാസം. ആമേൻ. എന്നിട്ട് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്ത് നാബോത്തിനെ വിളിച്ചു, ബഹുമാനപരമായ നല്ലൊരു സീറ്റും കൊടുത്തു, മുമ്പിൽ കൊണ്ടിരുത്തി. എന്നിട്ട് 2 പേരെ ആമേൻ ഇവനെതിരെ കള്ളസാക്ഷികളെ ആക്കി. ഈ ഉപവാസം ഇരിക്കുന്നതിന് മുമ്പേ
ഒരു ക്രമീകരണ ശുശ്രൂഷയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പണ്ട് ചർച്ചകളിലുണ്ടായിരുന്നു, ഇപ്പം അതൊന്നുമില്ല. ക്രമീകരണ ശുശ്രൂഷ, ആരോടെങ്കിലും കയ്പോ വേരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ക്ഷമ ചോദിക്കുന്ന ഒരു ക്രമീകരണ ശുശ്രൂഷ. അപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ ഇതുപോലെയാണ്, ഉപവാസ പ്രാർത്ഥന നടക്കുക. അപ്പം ഒരു ക്രമീകരണ ശുശ്രൂഷയുടെ സമയത്ത് 2 പേര് എഴുന്നേറ്റ് ചെന്നിട്ട് നാബോത്തിനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞു. ഇപ്പം 2 പേര് പറഞ്ഞാൽ അത് ന്യായപ്രമാണം അനുസരിച്ച് അതിന് ന്യായവിധിയുണ്ട്, വിധിക്കും. 2 പേരെ കള്ളസാക്ഷികൾ എഴുന്നേൽപ്പിച്ച് നാബോത്തിനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞ് അവനെ കല്ലെറിഞ്ഞു കൊന്നു. എന്നിട്ട് ഇസബേൽ ആഹാബിനോട് പറഞ്ഞു, അവനെ കൊന്നിട്ടുണ്ട്, നീ പോയി സ്ഥലം മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സ്ഥലം കൈക്കലാക്കി. അങ്ങനെയാണ് ഇസബേലും ആഹാബിനെയും ദൈവം ന്യായം വിധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തതിൻ്റെ പിന്നിൽ ഒരു ചതിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു ചതി. ഹൃദയ പരമാർത്ഥികളെ ഇരുട്ടത്തെയ്യാൻ ശത്രു ഒരുക്കുന്ന ചതി. ദൈവാത്മാവ് ചിലരോട് പറയുന്നു, നേരോടെ നടക്കുന്ന, നിഷ്കളങ്കതയോടെ നടക്കുന്ന, ഹൃദയപരമാർത്ഥതയോടെ നടക്കുന്ന നിനക്കെതിരെ നേരെ വരാൻ കഴിയാത്തത് നിമിത്തം ഇരുട്ടിലൂടെ നിൽക്കുന്ന ഒരു ചതിയുടെ മാർഗത്തെ ശത്രു സ്വീകരിച്ച് നിന്നെ തകർക്കാൻ നോക്കുന്ന ചില വെല്ലുവിളികൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ അഴിയട്ടെ. ഇന്നത്തെ പ്രാർത്ഥനയിൽ വെല്ലുവിളി പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ ചേർന്ന് അല്പനിമിഷം ആത്മാർത്ഥതയോടെ സ്വതന്ത്രം ചെയ്ത് പ്രാർത്ഥിച്ച് ദുഷ്ടൻ ഒരുക്കുന്ന ചില കെണികൾ പൊട്ടട്ടെ. ചതിക്കും, ചിലരെ ചതിക്കും. എനിക്കറിയാവുന്ന ഒരു മോന്, അവൻ മിടുക്കനാ. അവന്റെ കൂട്ടുകാരൻ വിളിച്ചടാ, ഒരു പാർട്ടി ഉണ്ട്, വരാൻ പറഞ്ഞു. പാർട്ടിക്ക് പോവാല്ലേ. പാർട്ടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒന്ന് കറങ്ങാൻ പോയതാ. അപ്പോൾ അവന് പോകാൻ താല്പര്യമില്ല. പക്ഷെ ഇവർ വിളിച്ച് നിർബന്ധിച്ച് പോകാൻ പറഞ്ഞു. ആ പോക്ക് പോയതാ. ആ പാർട്ടിയിൽ അന്ന് MDMA അറിയാമല്ലോ, മയക്കുമരുന്ന്. പോലീസ് റെയ്ഡ്. ഇവൻ വെറുതെ പോയ പയ്യനെ പിടിച്ചു. കൂട്ടുകാരെല്ലാം അകത്തായ കൂട്ടത്തിൽ ഇവനും അകത്തായി. അതുകൊണ്ട് അവൻ്റെ ഭാവി പോയി. ശത്രു ചതിച്ചു. മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, എല്ലാം വിവേചിച്ചോണം. അകപ്പെട്ടു പോകും. കഴിയുമെങ്കിൽ കൂടെ നിൽക്കുന്നവർ വരെ ചതിക്കുന്ന ഒരു കാലഘട്ടമാണ്. എപ്പോഴും ദൈവത്തിന്റെ മുഖം നോക്കി നടന്നോണം. ലജ്ജിക്കത്തില്ല, ദൈവം നടത്തും നിങ്ങളെ. സ്തോത്രം. ചതി എല്ലാ കാലത്തും ഉണ്ട്. സ്തോത്രം. ഒന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞത് നാബോത്തിന്റെ കാര്യഘട്ടം. രണ്ടാമത്തെ ചതി ഏതെന്നറിയോ? നെഹമ്യാവിന്റെ പുസ്തകം നിങ്ങൾ പഠിച്ചാൽ മതി, 6-ാം അധ്യായം. അതിൻ്റെ ഉള്ളിൽ സൻബല്ലത്തും തോബിയാവും ഗേശേമും അവരെത്ര വട്ടം ചതിക്കാൻ നോക്കിയെന്നറിയാവോ? ആരെ? പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിനെ, നിയോഗത്തോടെ മതിൽ പണിയുന്ന നെഹമ്യാവിനെ, നിയോഗത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന നെഹമ്യാവിനെ ചതിക്കാൻ നോക്കുക. നിങ്ങൾ 6-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ച്. 6-ാം അധ്യായം 2-ാം വാക്യം. എന്നോട് ദോഷം ചെയ്യാനായിരുന്നു അവൻ നിരൂപിച്ചത്. കാരണം വാ, നമുക്കൊരു കൂട്ടം കൂടാ, അല്ലെങ്കിൽ നമുക്കൊരു പാർട്ടി ഉണ്ടാക്കാം, പോവാം. അപ്പൊ നെഹമ്യാവിനോട് കാര്യം പറഞ്ഞു. അപ്പൊ നെഹമ്യാവിന് ഇതറിയാം, പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് നെഹമ്യാവ് പറഞ്ഞു, എന്നെ പോലെയുള്ള ഒരുത്തൻ ഇതിനൊന്നും പങ്കെടുക്കത്തില്ല. സ്തോത്രം. നീ ആരാണെന്ന് അറിയണം. നിന്നെ പോലെയുള്ളവൻ ദൈവഹിതമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ പോകരുത്, ദൈവഹിതമില്ലാത്ത പാർട്ടിയിൽ പങ്കെടുക്കരുത്. എത്ര പ്രിയപ്പെട്ടവരാണെന്ന്. ഇപ്പം ഈ IT മേഖലകൾക്കൊക്കെ അകത്ത് ഭയങ്കരമായിട്ട് സാലറി ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ശനിയാഴ്ച ദിവസം ഭയങ്കര പാർട്ടിയാണ്. സ്തോത്രം. പാർട്ടിക്ക് വെള്ളമുണ്ട്, അത്യാവശ്യം വേണ്ട എല്ലാ സംഭവമുണ്ട്. നല്ല കുഞ്ഞുങ്ങൾ പോയി നന്നായി പഠിച്ച് മിടുക്കരായി നല്ല ജോലി ചെയ്യുന്ന എത്രയോ കുഞ്ഞുങ്ങൾ അബദ്ധത്തിൽ ചാടിയിട്ടുണ്ടെന്നറിയാമോ? അതുകൊണ്ട് ദൈവമക്കളെ, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്നവരാ. ഹൃദയ പരമാർത്ഥികളെ ചതിക്കുന്ന ചില വെല്ലുവിളികൾ ഉണ്ടെന്ന് ആത്മാവ് പറയുന്നു. തിരിച്ചറിഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്ത ദൈവമക്കൾ. നെഹമ്യാവിനെതിരെ വെല്ലുവിളി വന്നപ്പോൾ അവൻ അതിനെല്ലാം ജയിച്ചു. സ്തോത്രം. 2. ഇനി 3-ാമത്തെ ഉദാഹരണം. ഹാമാന്റെ കുടിലതന്ത്രം നിങ്ങൾക്കറിയാം. മൊർദെഖായി നേരോടെ നിൽക്കുന്നവനല്ലേ. അവൻ ദൈവത്തെ അല്ലാതെ വേറെ ഒരാളെയും തലകുനിക്കത്തില്ല, ഒരാളുടെ മുമ്പിലും തലകുനിക്കത്തില്ല. അപ്പൊ ഇവനെ കുടുക്കാനും ചതിക്കാനും പലവിധ പദ്ധതികൾ ശത്രു ഒരുക്കി. ഹാമാൻ
പക്ഷെ ഹാമാന്റെ കുടിലതന്ത്രത്തെ ദൈവം പൊളിച്ചു. സ്തോത്രം. നേരോടെ എന്തെങ്കിലും ചെയ്തോ ഹാമാൻ? ഇല്ല. ചതിയിലൂടെ അവനെ കുടുക്കാൻ, ആ ജാതിയെ മുഴുവൻ നശിപ്പിക്കാൻ പദ്ധതി ഒരുക്കി. ബെന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? പാസ്റ്റർ ശ്രദ്ധിച്ചോണം. അപ്പം ശക്തമായി വെല്ലുവിളി ഉയർത്തി ഹാമാൻ ഒരു കഴിമര ഒരുക്കി. ആരെങ്കിലും അറിഞ്ഞോ? വീട്ടുകാർ മാത്രമേ അറിഞ്ഞുള്ളൂ. 50 മുഴ ഉയരത്തിലുണ്ടാക്കി കയറൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഇവൻ ഹൃദയത്തിൽ ഇതെല്ലാം ചിന്തിച്ചോണ്ടാ, ഹൃദയപരമാർത്ഥിയായ തൻ്റെ ഭക്തനെ ചതിക്കാൻ വളരെ പദ്ധതി ഒരുക്കി. പക്ഷെ ഇവൻ പ്രാർത്ഥിക്കുന്നവനാ മൊർദെഖായി. അവനൊരു ഉപവാസവും ഒരു പ്രാർത്ഥനയും. ഹാമാന്റെ പദ്ധതികൾ പൊളിഞ്ഞു. ദൈവാത്മാവ് സംസാരിക്കുക, നീ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്താൽ നിനക്കെതിരെ ഒരുക്കിയ ചില കുടുക്ക്, നിനക്കെതിരെ ഒരുക്കിയ ചില കെടി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകും. ആത്മാവിൽ സ്തോത്രം ചെയ്യ. ചില കുടുക്കുകൾ പൊട്ടട്ടെ, ചില കെടികൾ അഴിയട്ടെ. പോരാ, ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അങ്ങനെ ധാരാളം സന്ദർഭങ്ങൾ ബൈബിളിന്റെ അകത്തുണ്ട്. മൊർദെഖായിയുടെ വെല്ലുവിളി, അല്ല മൊർദെഖായിനോടുള്ള വെല്ലുവിളി. പക്ഷെ ഒരു കാര്യം, ഇരുട്ടിൽ ശത്രു ചെയ്യുന്ന ചതി, മൂന്നാമത്തെ ഒരു ഭാഗം ദാനിയേൽ പ്രവചന പുസ്തകം 6-ാം അധ്യായത്തിലുണ്ട്. ദാനിയേൽ പ്രവചനം 6-ന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാവോ? ദാനിയേൽ പ്രവചനം 6-ന്റെ 1-2 വാക്യങ്ങൾ. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെ നിയമിപ്പാൻ ദാരിയേലിന് ഇഷ്ടം തോന്നി. ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായതുകൊണ്ട് അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും ശ്രേഷ്ഠനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധിപതിയാക്കുവാൻ വിചാരിച്ചു. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടോ? ദാനിയേലിന് വിരോധമായി ബാക്കി 2 ദേശാധിപതിമാർ കാര്യം അന്വേഷിച്ചു, എങ്ങനെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പൊ അവർക്ക് മനസ്സിലായി, നേരോടെ നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാരണവും കണ്ടെത്താൻ പറ്റുന്ന. അവൻ വിശ്വസ്തനാ, ഓരോ കണക്കും കറക്റ്റ് എഴുതി വെക്കും, ഒരു കള്ളത്തിനെ കാണിക്കത്തില്ല, ഒരു പറ്റിയില്ല. അപ്പൊ ചതിക്കാൻ പറ്റത്തില്ല, ഇവനെ നേരോടെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ഒരു ഉപായം പ്രയോഗിച്ചു. രാജാവിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, രാജാവ് ഇത്ര ഉന്നത പൊസിഷനൊക്കെ ഇരിക്കുന്നതല്ലേ, ഒരു 30 ദിവസത്തേന് ഇനി രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കരുത്. അപ്പൊ ഇവന്റെ തന്ത്രം എന്താണെന്നറിയാവോ? ദാനിയേൽ ആരോടെ പ്രാർത്ഥിക്കത്തുള്ളൂ? എത്ര വിഷയം വന്നാലും ദൈവത്തോടെ പ്രാർത്ഥിക്കത്തുള്ളൂ. അപ്പൊ രാജാവ് ഇച്ചിരി പൊങ്ങി നിൽക്കുന്നയാളാ, പൊങ്ങനാ. ഇപ്പൊ രാജാവ് പറഞ്ഞു, എന്നാൽ അങ്ങനെ ആട്ടെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത്. ദാനിയേലിനെ കൊടുക്കാനാണെന്ന് രാജാവ് അറിയുന്നില്ല. അങ്ങനെ കൊടുക്കാനായിരുന്നെങ്കിൽ രാജാവ് ഒരിക്കലും സമ്മതിക്കത്തുമില്ലായിരുന്നു. അപ്പൊ രാജാവിനോട് കാര്യം പറഞ്ഞു. രാജാവ് ഇത് സൈനിട്ട് കൊടുത്തു. മാറ്റമില്ലാത്ത നിയമങ്ങൾ പ്രകാരം മുദ്രയിട്ടു. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? 30 ദിവസം രാജാവിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നവരെയൊക്കെ പിടിക്കാൻ പിടിക്കുക. അല്ല, ഇവരുടെ ലക്ഷ്യം ആരെ പിടിക്കുക? ദാനിയേൽ. നേരെ ദാനിയേലിന്റെ അടുക്ക വന്നപ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കുക. അപ്പൊ ദാനിയേൽ അവിടെ എഴുതിയേക്കും 6:10 തനിക്കെതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പം ദാനിയേൽ അകത്ത് പോയി പ്രാർത്ഥിച്ചു. ആരോട് പ്രാർത്ഥിച്ചു? ദൈവത്തോട്. ഇല്ലേ? ആരോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ? നിയമം രാജാവിനോട്. പക്ഷെ തനിക്കെതിരെ രേഖ എഴുതിയപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പം രേഖ പൊട്ടിമാറി. ശത്രു എഴുതിയ രേഖകളെ ദൈവം അഴിച്ചു. സിംഹത്തിന്റെ വായ അടച്ചു. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക. ആമേൻ. ദുഷ്ടന്റെ പദ്ധതികൾ പൊളിയട്ടെ, അവന്റെ ഇരുട്ടത്തുള്ള പദ്ധതികൾ പൊളിക്കട്ടെ, ചില ശത്രുവിന്റെ തന്ത്രങ്ങൾ പൊളിയട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നിനക്കെതിരെ ഒരുക്കുന്ന ചില കെണികൾ, ചതികൾ, വഞ്ചനകൾ യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയാണ്, പക്ഷികളെ നിങ്ങൾ പർവ്വതത്തിലേക്ക് പറന്നു പോകുമെന്ന് പറയാം, പോയി പൊക്കോളം പറയാം. ദുഷ്ട ഹൃദയ പരമാർത്ഥികളെ ഇരുട്ട് തെയ്യേണ്ടതിന് വില്ല് കുലിച്ച് അസ്ത്രം ഞാണിമേൽ തൊടുക്കുന്നു. അപ്പം ദാവീദ് സങ്കടത്തോടെ പറയാം, അടിസ്ഥാനം മറഞ്ഞുപോയാ നീതിമാൻ എന്ത് ചെയ്യും? നമ്മുടെ വിചാരങ്ങൾ ശ്രദ്ധിച്ച്, നമ്മൾ എത്ര ചെയ്തിട്ടും അടിസ്ഥാനം മറഞ്ഞുപോയാൽ നമ്മൾ എന്ത് ചെയ്യും?
നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചാൽ എന്ത് ചെയ്യും? സ്തോത്രം. നമുക്ക് ചില സമയത്ത് നമുക്ക് നീതി കിട്ടത്തില്ല ചിലയിടത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന് ആ ചോദ്യമാണ്. ആ ചോദ്യത്തിന് 4-ാം വാക്യം പറയാ, യഹോവ. അതാണ് ആൻസർ. അടിസ്ഥാനം മറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? ഹൃദയപരമാർത്ഥികളെ എന്ത് ചെയ്യും? നീ ഓർത്തോ, നിന്റെ ദൈവം സ്വർഗത്തിലുണ്ട്. ഏത് വിഷയത്തിന്റെ അകത്തും നിന്റെ ദൈവം സ്വർഗത്തിലുണ്ട്. എന്നിട്ടോ അവന്റെ കണ്ണുകൾ കാണുന്നെന്ന്, ദർശിക്കുന്നെന്ന്, നിന്റെ അവസ്ഥ അവൻ അറിയുന്നെന്ന്, നീ കടന്നു പോകുന്ന സാഹചര്യം അറിയുന്നെന്ന്. അടിസ്ഥാനം മറിഞ്ഞു പോയാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തോടെ നിൽക്കുന്നെങ്കിൽ ഭാരപ്പെടേണ്ട. നിനക്കൊരു ദൈവമുണ്ട്, അവൻ സ്വർഗത്തിലുണ്ട്. അവന്റെ കൺപോലെ അറിഞ്ഞിട്ടില്ല കേട്ടോ. അവന്റെ കണ്ണുകൊണ്ട് നിന്നെ ദർശിച്ചുകൊണ്ടിരിക്കുക. ഈ സാഹചര്യത്തിലും നിന്നെ കൈവിടാതെ നോക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് 5-ാം വാക്യം പറയാണ്, ഒക്കെ അവിടെ താഴെ എഴുതിയേക്കുക. ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള വ്യത്യാസമാണ് അടുത്ത 2 വാക്യത്തിൽ എഴുതിയേക്കുന്നത്. നമ്മളെ ശോധന ചെയ്യുന്നു, ദുഷ്ടനെ ശോധന ചെയ്യുന്നു. അവസാനം ദൈവം നമുക്ക് വിടുതൽ തരുന്നതാണ് 7-ാം വാക്യം. യഹോവ ഇതാണ് ഈ മെസ്സേജിന്റെ മെയിൻ വിഷയം. ദൈവം നീതിമാനാണ്, അവൻ നീതി ഇഷ്ടപ്പെടുന്നു, അവൻ നേരുള്ളവൻ അവന്റെ മുഖം കാണും. ഹൃദയപരമാർത്ഥികൾ അവന്റെ മുഖം കാണും. ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവമക്കൾ. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും, ദൈവമക്കളെ, നമ്മളിലൊരു നേരുകേട് പാടില്ല, നമ്മളിലൊരു കള്ളത. പണ്ട് നമ്മുടെ അടുത്തൊരു ദൈവാസം വന്ന് ശുശ്രൂഷിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, നേരുകേടിൻ്റെ ഒരു ആളായിരുന്നു ആര്? യാക്കോബ്. അല്ലേ? യാക്കോബ് അപ്പനെ പറ്റിച്ചു. നേരുകേടല്ലേ? അല്ലേ? സത്യം പറഞ്ഞാൽ ചേട്ടനെയും പറ്റിച്ചു, അപ്പനെയും പറ്റിച്ചു, ചെല്ലുന്നിടത്തെല്ലാം പറ്റിയില്ല. ആടിനെ വരെ പറ്റിച്ചെന്നുള്ള ആശ. പുന്നയുടെ കൊമ്പ് വെട്ടിയിട്ടെ ആടിനെ വരെ പറ്റിച്ചില്ലേ? മുഴുവൻ പറ്റിയില്ല. പേരെന്താ? യാക്കോബ്. ആരാ അപ്പനാരാ? ഇസഹാക്കല്ലേ? അപ്പൻ പ്രാർത്ഥനാ മനുഷ്യനാ. വല്യപ്പനോ വിശ്വാസവീരനാ. അല്ലേ? വല്യപ്പൻ വിശ്വാസവീരൻ, അപ്പൻ പ്രാർത്ഥനാ മനുഷ്യൻ. കൊച്ചുമോനോ ഉടായിപ്പ്. എല്ലായിടത്തും പറ്റിയില്ലല്ലേ? അല്ലേ? മിണ്ടായിരിക്കുന്നത് ദൂതാണോ? സ്തോത്രം. കൊച്ചുമോൻ മുഴുവൻ പറ്റിയില്ല, എല്ലാവരും പറ്റി. അപ്പനെ കൊച്ചുമക്കളെ എല്ലാവരും പറ്റിച്ചു. അപ്പൊ ഇവൻ ഇങ്ങനെ പറ്റിച്ച് വടിയുമായിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി. ഇവന് കിട്ടിയ വീട്ടുകാരുണ്ടല്ലോ, ഇവൻ കല്യാണമൊക്കെ കഴിച്ചല്ലോ. കല്യാണം കഴിച്ചപ്പോൾ അമ്മായിപ്പൻ ഇവനെ പറ്റിച്ച് ഊപ്പാട് വരുത്തി. അല്ലേ? നീ ഈ നിന്റെ വീട്ടുകാരെയും പറ്റിച്ച് അവരെയും പറ്റിച്ച് നടന്നു, നിന്റെ അമ്മായിപ്പൻ നിന്നെ എടുത്തിട്ട് പറ്റിക്കും. സ്വത്രം. ഹല്ലേലൂയ. 10 വട്ടം പ്രതിഫലം മാറ്റി. സ്വത്രം. ഇതെല്ലാം ഇവനെക്കുറിച്ച്, ഇവന്റെ പേര് യാക്കോബെന്ന, അതിൻ്റെ അർത്ഥം ഉബായിന്ന. ഇവൻ പറ്റീരായതുകൊണ്ടാണ് ഉബായിന്ന് വിളിച്ചേ. പക്ഷെ ഇവനൊരു യാബോക്ക് കടവ് ദൈവം ഒരുക്കി മാനസാന്തരപ്പെടാൻ. അവിടെ വെച്ച് ഇവൻ ഒറ്റയ്ക്ക് രാത്രി മുഴുവൻ ഇരുന്ന് പാപം ഏറ്റുപറഞ്ഞു. കർത്താവ് തെറ്റുണ്ടെന്ന് ഈ പോരാടുക എന്ന് പറഞ്ഞാൽ എന്നറിയോ? രാത്രി മുഴുവൻ കർത്താവ് ഇന്ന് വരെ നടന്നത് ശരിയല്ല എന്നുള്ളത് ഏറ്റുപറഞ്ഞു. അതുകൊണ്ടാണ് ഇവൻ ചെല്ലുന്നിടത്തെല്ലാം ഓട്ടമാണല്ലോ. അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഓടി, അമ്മായിപ്പൻ്റെ വീട്ടിൽ നിന്ന് ഓടി, എല്ലായിടത്തും ഓട്ടമല്ലേ. അതുകൊണ്ട് ദൈവം രാവിലെ ഇവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കാല് ഉളുക്കി. ഇനി ഓടാൻ പറ്റുമോ? ഇല്ല. അവൻ്റെ ഓട്ടം അവിടെ നിർത്തി ദൈവം. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പം കണ്ടോ, അവൻ്റെ ഓട്ടം നിർത്തി. ഇനി നീ ഓടണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നിട്ട് ദൈവം അവൻ്റെ നേരുകേട്, അവൻ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി. അതുവരെയും അവൻ പറ്റിച്ചുണ്ടായ അനുഗ്രഹമാണ്, അല്ലേ? പക്ഷെ ശരിക്കും അനുഗ്രഹം കിട്ടിയത് എവിടെ വെച്ചാ? യാബോക്ക് കട വെച്ച. ദൈവം അനുഗ്രഹിച്ചു. പേര് മാറ്റി, അഡ്രസ്സ് മാറ്റി, സ്ഥിതി മാറ്റി, എല്ലാം മാറ്റി. ഹലോ, എല്ലാം മാറ്റിക്കഴിഞ്ഞ് യാക്കോബ് ഒരു നല്ല മനുഷ്യനായി പുറത്തു വന്നു. യാബോക്ക് കട അവിടെ വെച്ച് അവൻ ദൈവത്തെ കണ്ടു. ആ സ്ഥലത്തിനിട്ട പേരെന്തെന്നറിയോ? ഉൽപ്പത്തി 32-ാം അധ്യായത്തിൽ പെനിയേൽ. ദൈവത്തെ ഞാൻ മുഖാമുഖമായി കണ്ടു എന്ന് പറഞ്ഞ് പെനിയേൽ എന്ന്. അതിൻ്റെ അർത്ഥം ഇവൻ നേരുള്ളവനായപ്പോൾ ഇവൻ ദൈവത്തെ കണ്ടു.
മത്തായി 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ആരെ കാണും? നിനക്ക് ഹൃദയത്തിന് ശുദ്ധിയുണ്ടോ? നീ ദൈവത്തെ കാണും. നീ നേരുള്ളവനാണോ? നീ ദൈവത്തെ കാണും. നല്ല സ്വഭാവം നിനക്കുണ്ടോ? നീ ദൈവത്തെ കാണും. ഇവിടെ എന്ത് കാണുന്നതിനേക്കാൾ എത്ര ശ്രേഷ്ഠമാണ് ദൈവത്തെ കാണുക. ദൈവാത്മാവ് പറയുന്നു, ചിലർക്കൊരു യാബോക്ക് കടവ് വരുന്നുണ്ട്. കുറവുകൾ ഏറ്റുപറയാൻ, തെറ്റുകൾ ഏറ്റുപറയാൻ. ഇന്ന് വരെയും നീ ചെയ്തു കൂട്ടിയ ചില പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച ദൈവത്തെ കാണുന്ന ഒരു പെരിയെ ദൈവത്തിന് കൊടുക്കും. കരം തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തെ കണ്ടവരെ ലിസ്റ്റ് 10 എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. എല്ലാം പറയാൻ പറ്റത്തില്ല, PIP പോവും നമ്മുടെ. ഒന്നാമത്തെ കാര്യം, യാക്കോബ് ദൈവത്തെ കണ്ടു ഏറ്റുപറഞ്ഞപ്പോൾ. 2, യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തില് ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ അല്ലേ, ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ യെശയ്യാവ് ദൈവത്തെ കണ്ടു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, കുറവുള്ളവനാ, തെറ്റേറ്റു പറഞ്ഞു. അവൻ ദൈവത്തെ കണ്ടു. ഇന്ന് രാത്രി, ഇന്ന് പകൽ ദൈവാത്മാവ് പറഞ്ഞു, ഏറ്റുപറ, നീ ദൈവത്തെ കാണും. സ്വർഗീയ ദർശനം. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നും, യാഗപീഠത്തിന്റെ കീഴിൽ നിന്നും ഒരു കനലെടുത്തോണ്ട് വന്ന, ഒരു ചവണ കൊണ്ട് കനലെടുത്ത് ഒരു ദൂതൻ ഇറങ്ങി വന്ന് അദ്ദേഹത്തിന്റെ നാവിനെ തൊട്ടു. നാവ് ശുദ്ധിയുള്ളതാക്കി. ദൈവത്തെ കണ്ടവൻ അവന്റെ നാവ് ശുദ്ധിയുള്ളതാക്കും. ചിലരുടെ നാവേ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചിലർ എഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. എന്തൊക്കെയാണ് എഴുതി പിടിപ്പിക്കുന്നത് നമുക്കറിയത്തില്ല. എന്ന സ്വഭാവം വേറെയും എഴുത്ത് വേറെ ആകരുത്. സ്തോത്രം. നാവ് എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല, സൂക്ഷിച്ചോണം. പ്രൈസ് ദ ലോർഡ്. യെശയ്യാവ് ദൈവത്തെ കണ്ടപ്പോൾ അവന് മനസ്സിലായി, ഞാൻ ഇന്നലെ വരെ പ്രവചിച്ചവനാ, പക്ഷെ ശരിയല്ലായിരുന്നു. അവൻ ഏറ്റു പറഞ്ഞു. അവന്റെ നാവിനെ ദൈവം ശുദ്ധിയുള്ളതാക്കി. ഹൃദയപരമാർത്ഥികളെ, നീ ദൈവത്തെ കാണും. സ്തോത്രം. 3, ആരാണ് ദൈവത്തെ കാണുന്നത്? ഇയ്യോബ് പറഞ്ഞില്ലേ, ഒത്തിരി കഷ്ടതയിലൂടെ കടന്നു. ഇയ്യോബിന്റെ പുസ്തകം 42:5 ഒന്ന് വായിച്ച് ശബ്ദം ഉയർത്തി. ഇയ്യോബിന്റെ പുസ്തകം 42:5. ദൈവമേ, നിന്നെ കുറിച്ച് ഒരു കേൾവിയെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇപ്പോഴോ എന്റെ കണ്ണുകൊണ്ട് ഞാൻ നിന്നെ. ഇന്നലെ വരെ ഇയ്യോബ് ഒരു കേൾവി ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ആ കഷ്ടതയിലൂടെ കടന്നുപോയില്ലേ. ഇയ്യോബിന്റെ കഷ്ടത, മക്കൾ മരിച്ചു, ത്വക്കില് രോഗം, ചൊറിയുക. ഒരു ചെറിയ ഓട്ട് കഷ്ണം എടുത്തിട്ട് ഇരുന്ന് ചാരം ഇങ്ങനെ എടുത്ത് മേത്തേക്കിടും, എന്നിട്ട് ചൊറിയും. സമ്പത്തില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ഭാര്യ എതിരെ, ഒറ്റയ്ക്ക. അപ്പൊ ഈ കഷ്ടത്തിലൂടെ കടന്നു പോയപ്പം അവൻ ദൈവത്തെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടുള്ളൂ. പക്ഷെ ഈ കഷ്ടത കഴിഞ്ഞപ്പോൾ അവൻ പറയാം, ദൈവം നിന്നെക്കുറിച്ചൊരു കേൾവി ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു, നിന്നെ കണ്ടു. ചില ശോധന എന്തിനാണെന്നറിയാവോ? ചില കേൾവി മാത്രം കൊണ്ട് ഒതുക്കാനല്ല, കാണേണ്ടവനെ കാണത്തക്ക വണ്ണം ദൈവം നിന്റെ അവസ്ഥകളെ മാറ്റുകയാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ അങ്ങനെ ധാരാളം വ്യക്തി ജീവിതങ്ങളുണ്ട് കേട്ടോ. സ്തേഫാനോസ് ഒറ്റ പ്രസംഗമല്ലേ പ്രസംഗിച്ചുള്ളൂ. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ എല്ലാവരും കല്ല് പറക്കി എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കി. പിതാവിൻ്റെ വലതുഭാഗത്ത് ദൈവം എഴുന്നേറ്റ് നിൽക്കുക, യേശു എഴുന്നേറ്റ് ഒറ്റ കാഴ്ച. ഇനി ഏറാണോ വലുത്, യേശുവിനെ കാണുന്നതാണോ വലുത്? ദൈവത്തെ കണ്ടവന് പിന്നെ എന്നാ പേടിക്കാനാ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു ഭക്തന്മാർ ദൈവത്തെ കണ്ടു, നേരുള്ളവർ ദൈവത്തെ കണ്ടു. ബൈബിൾ വാഗ്ദത്തമാ, നേരുള്ളവൻ ദൈവത്തെ കാണും. ഹൃദയപരമാർത്ഥതയോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറ, നീ ദൈവത്തെ കാണും, ദർശനങ്ങൾ കാണും. കർത്താവ് തൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോ അവനെ എതിരേൽപ്പാൻ ഒരു ദിവസം രൂപാന്തരപ്പെട്ട ശരീരവുമായി കർത്താവിനെ കാണും. ഇന്ന് നമ്മൾ അവ്യക്തമായി അറിയപ്പെടുന്നു, പക്ഷെ അന്ന് നമ്മൾ മുഖാമുഖമായി കാണും. പ്രോമിസ, കാണും, മുഖാമുഖമായി കാണും. യേശുവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ കാണും. ഇന്ന് നമ്മൾ വിശ്വാസത്താലാണ് കാണുന്നത്, പക്ഷെ നേരിട്ട് കാണാൻ പോവുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്?